അപ്പം അങ്ങനെ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി. ക്ലീൻ ചിറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, ടെൻഡർ വിളിക്കാതെ എങ്ങനെ കരാറ് കാലാവധി നീട്ടാമെന്നും കൂടി സതീശൻ സർക്കാരിന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു തള്ളലും തള്ളിമറിക്കലും ഒക്കെ എന്തൊക്കെയായിരുന്നു. ഊരാളുങ്കൽ എന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ കള്ളപ്പണം, അടിച്ചു മാറ്റിയ കള്ളപ്പണം മൊത്തം സ്റ്റോറേജ് ചെയ്യാനുള്ള സംഭരണിയാണ്, ഉള്ള പാർക്കിംഗ് സ്പേസ് ആണെന്നൊക്കെയായിരുന്നു തള്ളിമറിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ നമ്മുടെ മതം തിന്നി ഷാജിയമ്മൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഷാജിയമ്മൻ പറഞ്ഞത് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അദാനിയാണെന്നാണ് പറഞ്ഞത്. അതായത് കേന്ദ്രത്തിൽ മോഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കലാണ് അദാനിയുടെ പണി. അതേപോലെ ഊരാളുങ്കലിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പിണറായിയുടെ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം ആരോപണങ്ങളൊക്കെ കാറ്റിൽ പറന്ന് അറബികളിലേക്ക് ഒഴുകുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ മനുഷ്യർ എന്ന് പറയുന്നത് ശബ്ദിക്കുന്നത് ഭക്ഷിക്കാറില്ല. പക്ഷേ കേരള ജനതയുടെ നിവൃത്തികേടെന്ന് പറയട്ടെ, ഇപ്പം നിർഭാഗ്യവശാൽ ശബ്ദിക്കുന്നത് ഭക്ഷിക്കുന്ന മനുഷ്യരാണ് തലപ്പത്തിരിക്കുന്നത്, ഭരിക്കാനിരിക്കുന്നത്. അത് മനുഷ്യർ തന്നെ തിരഞ്ഞെടുത്താന്നൊക്കെ പറയുന്നു. അതിപ്പം എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ പോയ ബസ്സിന് കൈ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അടുത്ത ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ആ പോയ ബസ്സിന് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചെങ്ങാനും പോയി സ്റ്റോപ്പിലിറങ്ങിയിട്ട് ആ ബസ്സിന് കയറാൻ നോക്കുക, അടുത്ത എയർപോർട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം എന്തായാലും ഈ പറയുന്ന സതീശൻ മേനോൻ സാറും പിന്നെ മതംതിരികളും അണികളും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഊരാളുങ്കൽ 1925 കോഴിക്കോട് ബേസ് ചെയ്തുള്ള ഊരാളുങ്കൽ എന്ന പ്രദേശത്ത് അപ്പടാനന്ദ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ നിയമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിച്ചൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ്, തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്, തൊഴിലാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനമാണത്. അപ്പം അതിലെ ലാഭമായാലും എന്ത് കാര്യങ്ങളായാലും തൊഴിലാളികൾ തന്നെയാണ് വിധിച്ചെടുക്കുന്നത്. തൊഴിലാളികളാണ് അതിൻ്റെ ഉടമസ്ഥാവകാശവും ബാക്കിയുള്ള കാര്യങ്ങൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമാണ് അവർ ചിലവാക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ എന്ന് പറയുന്നത്. ആ സ്ഥാപനം അതേപോലെയുള്ള ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം നിലനിർത്തുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഭരണപക്ഷത്തെ വരുന്ന സർക്കാരാണ് അതിന് ആ ഒരു സൊസൈറ്റിയായിട്ട് കരാർ ഏർപ്പെട്ടതും കഴിഞ്ഞ വർഷങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റായുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് അതിൻ്റെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതിലെ ശരികൾ മനസ്സിലാക്കാതെ വായി വരുന്ന ആരോപണങ്ങളും നുണപ്രചാരണങ്ങളും ഒക്കെ നടത്തി ജനങ്ങളുടെ മനസ്സിൽ നുണകൾക്കുള്ള വലിയ സ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിച്ചെടുത്ത് ചതിയിലൂടെ, വഞ്ചനയിലൂടെ, കള്ളത്തരത്തിലൂടെ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ജനങ്ങൾ കാണുന്നുണ്ട്, ഏകദേശമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തുച്ഛമായ നാളുകളെ ആയെങ്കിലും പ്രതികരണങ്ങൾ തീർത്തും അനുകൂലമേ അല്ല, ഈ സർക്കാരിന് തീർത്തും അനുകൂലമേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു 70% 65-70% പ്രതികരണങ്ങളും സർക്കാരിന് തിരിച്ചടി തന്നെയായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, എന്തായാലും അനുഭവിക്കുക തന്നെ എന്ന് ആശ്വസിക്കാൻ വരട്ടെ, അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ അദാനിക്കുള്ളൊരു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദാനിയാണ് കേരളത്തിൽ, അദാനിയാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലേക്കൊന്ന് വരികയാണ്. അപ്പോൾ അദാനിക്കുള്ള മാസ് എൻട്രി ഉണ്ടാക്കി കൊടുത്ത ഇപ്പോൾ ആരാന്ന് ബുദ്ധിയും വിവേകവും വിവേചന ശേഷിയൊക്കെ ഉള്ള ജനതയ്ക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സ്വന്തം അണികളിൽ നിന്ന് തന്നെ ഉള്ള ആരോപണങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ അദാനി ചെയ്തിരിക്കുന്ന കൈനനയാതുള്ള മീൻപിടുത്തമാണ് അദാനി ചെയ്തിരിക്കുന്നത്. അതായത് 335 ഏക്കർ ലീസിന് 80 വർഷത്തിന് ലീസിനെടുത്തിട്ട് ഇപ്പുറത്ത് ബാങ്കിൽ കൊണ്ടുവന്ന് 2500 കോടി ലോണും എടുത്ത് അത് പ്രോജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അവിടുന്ന് തുച്ഛമായ നാളുകൾക്കിപ്പുറം 13,000 കോടി രൂപ MS കമ്പനിക്ക് വിലപേശി 49% ഓഹരി. ഭരണകക്ഷിയായ സർക്കാർ പോലും, മുഖ്യമന്ത്രി പോലും അറിയാതെ 3 വകുപ്പുകളാണ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തുറന്ന വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേരള മുഖ്യമന്ത്രി കൂടിയാണ് നമ്മുടെ VD സതീശൻ സാർ. അപ്പം അദ്ദേഹം പോലും അറിയാതെയാണ് അദാനി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അനാസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളതും എത്രത്തോളം പിൻവാതിലൂടെ കാര്യങ്ങൾ നടക്കുന്നുള്ളതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചിന്താശേഷിയും വിവേചന ബുദ്ധിയുമൊക്കെ ഉള്ള മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് അണികൾക്ക് കണ്ണടച്ചിരിക്കുന്ന അണികൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാവൂ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ചുറ്റുമുള്ളവർക്ക് ഇരുട്ടാവില്ല. അങ്ങനെയുള്ള അന്ധമായ വിശ്വാസങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ട് പൊതുവിടത്തിൽ വന്ന് അനാവശ്യങ്ങളും വിളമ്പാതിരിക്കുക എന്നുള്ളത് വളരെ വിനീതമായിട്ട് പറഞ്ഞോളുന്നു ഈ സമയത്തിൽ.
അപ്പം അതാണിക്ക് കൈനനയാതെ മീൻ പിടിക്കാൻ പറ്റി. കോടിക്കണക്കിന് രൂപ പോക്കറ്റിലായി. 2028 ആകുമ്പോഴത്തേന് 27,000 കോടിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സി കമ്പനിയെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്നിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു നിലപാടാണ് നമ്മുടെ മുഖ്യന് ഇപ്പോഴും ഉള്ളത്. കാരണം അദ്ദേഹം കാണേണ്ടതും കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നും കേൾക്കുന്നൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ചില സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അന്ധനും ബധിരനും മൂകനുമായിട്ടിരിക്കുന്ന പ്രതിഭാസങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മറ്റേത് 24 hours വാചാലനായിക്കൊണ്ടിരിക്കുന്ന ആള്, കഥകളിയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ആൾ ചില സമയങ്ങളിൽ സ്റ്റക്കായി ആകെ ഒന്നിനോടും പ്രതികരണമില്ലാതെ അകപ്പാടെ സ്റ്റക്കായി മരവിച്ചിരിക്കുന്ന രീതിയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും പറയാനുള്ളത്, ജനക്ഷേമപരമായ കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇത്ര ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാനും. ജനക്ഷേമപരമായ ഒരു കാര്യം നടന്നു, പിന്നെ KSRTC സൗജന്യ യാത്ര കൊടുത്തു. അതുകൊണ്ട് 4000 കുടുംബങ്ങളുടെ പിന്നെ വയറ്റത്ത് വള്ളം ചടിക്കുന്ന പരിപാടിയായിപ്പോയി. അവരുടെ കഞ്ഞിയിൽ മണ്ണ് കൂടിയിരുന്ന പരിപാടി കൂടെ ചെയ്തു ഇപ്പുറം എന്ന് വേണം അറിയാനുള്ളത്. അപ്പം സ്ത്രീ സുരക്ഷ ഒക്കെ അതവിടെ നിൽക്കട്ടെ. അപ്പം ഒരു വിഭാഗത്തിന് ഇത്രയും കൊടുത്തപ്പം മറുവിഭാഗത്തിന് അത്രയും കുടുംബം കൂടെ പട്ടിണിയിലായി. അപ്പം ഗുണ്ട് പൊട്ടിച്ച് ആഘോഷിച്ചവരൊക്കെ ഇപ്പം മൂട്ടിൽ ഗുണ്ടുവെച്ച് പൊട്ടിക്കുന്ന തിരക്കിലാണുള്ളത്. ഗുണ്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വിനീതമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ മൂട്ടിൽ കൂടെ ഗുണ്ട് വെച്ച് പൊട്ടിക്കുക, ആഘോഷിക്കുക, അർമാദിക്കുക. നിങ്ങളുടെ അന്ധമായ വിശ്വാസത്തിൽ നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അഭിമാന പ്രശ്നമായിരുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വിജയിച്ചുവല്ലോ എന്ന് നിങ്ങൾ കരുതി നിങ്ങൾ അഭിമാനിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം ചിരി മതി, ചിരി കണ്ടാൽ കളി കണ്ടാലെന്ന് മതി, എന്നാൽ ചിരി മതി. നിങ്ങളുടെ കുടുംബത്തിൽ പിന്നെ കലത്തിൽ കഞ്ഞി വെന്തോളും, പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് നിറഞ്ഞ ചിരി കിട്ടുന്നുണ്ടല്ലോ, അത് മതി. ഇപ്പം കരയുന്നു, ഗദ്ഗത കണ്ടനായിട്ടൊക്കെയാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ ഓണേഴ്സ് പിന്നെ അതുപോലെ അതിനകത്തെ സ്റ്റാഫുകൾ ഒക്കെ വീഡിയോകളൊക്കെ ചെയ്തിരുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഒരു കൂട്ടസ്മിതം ഇല്ലാതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും സങ്കടമുണ്ട്, നിങ്ങൾ സങ്കടത്തിൽ നമ്മളും പങ്കുചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണക്കാരും. ഇപ്പം പിണറായി വിജയൻ്റെ ചിരിക്കുന്ന മുഖമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ മാപ്പിളകൾക്കാണെങ്കിൽ നിവൃത്തിയില്ലാതെ ഇപ്പോൾ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം പൊതുജനം ഏകദേശം മനസ്സിലാക്കുന്ന കാര്യങ്ങളെന്നുള്ളത് ഇപ്പം മാപ്പിളകൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ജനമാണല്ലോ എന്തായാലും മുതൽക്കൂട്ട്. അപ്പോൾ ജനത്തിനെ പിടിച്ചിരുത്തിയില്ലെങ്കിൽ ജനത്തിന് ഹിതമാകുന്ന അല്ലെങ്കിൽ അവർ ശരിയെന്ന് വെക്കുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പണി വശമ്പാല് കിട്ടുമെന്നുള്ളത് കൊണ്ട് നിവൃത്തികെട്ട് ഓരോ മാധ്യമങ്ങളും ഇങ്ങനെ പ്രതികരിച്ചൊക്കെ വരുന്നുണ്ട്. എണ്ണത്തിൽ കൂടുതൽ മാധ്യമങ്ങൾ ഇപ്പം സർക്കാരിനെതിരെ ഉള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രാരംഭഘട്ടത്തിലൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട്. എന്തായാലും അതേകാലം ഇതൊന്നും മുമ്പോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. തുടക്കത്തിലെ കല്ലുകടി തന്നെയാണ്. വരും കാലം കാണാം. വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.